ഒരേ നഗരം, ഒരേ കെട്ടിടം. പക്ഷേ ഇവിടെ നോമ്പ് തുറക്കാൻ 3 വ്യത്യസ്ത സമയങ്ങളാണ്. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ദുബൈ ബുർജ് ഖലീഫയാണ് നോമ്പ് തുറ സമയത്തിന്റെ കാര്യത്തിലും വേറിട്ട് നിൽക്കുന്നത്. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം എന്നത് മാത്രമല്ല ബുർജ് ഖലീഫയെ വ്യത്യസ്തമാക്കുന്നത്. റമദാനിൽ നോമ്പ് തുറക്കാൻ 3 സമയക്രമം നിലനിൽക്കുന്ന കെട്ടിടം എന്ന അപൂർവതയും ദുബൈയുടെ ഈ അഭിമാന സ്തംഭത്തിനുണ്ട്. 163 നിലകളിലായി 828 മീറ്റർ ഉയരത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ബുർജ് ഖലീഫയുടെ വിവിധ നിലകളിൽ വ്യത്യസ്ത നോമ്പുതുറ സമയങ്ങളാണ് നിലനിൽക്കുന്നത്. താഴത്തെ നില മുതൽ 80-ാം നില വരെ താമസിക്കുന്നവർക്ക് മാത്രമേ ദുബൈ നഗരത്തിലെ ഇഫ്താർ സമയം ബാധകമാകൂ. 80-ാം നില മുതൽ 150-ാം നില വരെ താമസിക്കുന്നവർക്ക് നോമ്പ് തുറക്കാൻ 2 മിനിറ്റ് കൂടി അധികം കാത്തു നിൽക്കണം. 151-ാം നില മുതൽ മുകളിൽ താമസിക്കുന്നവർക്ക് ഏറ്റവും താഴത്തെ നിലയിലുള്ളവർ നോമ്പ് തുറന്ന് 3 മിനിറ്റ് കഴിഞ്ഞേ നോമ്പ് തുറക്കാൻ പാടുള്ളൂ. കൂറ്റൻ കെട്ടിടത്തിന്റെ ഓരോ നിലകളിലും ഉദയാസ്തമയ സമയം വ്യത്യസ്തമായതാണ് കാരണം. ആരാധനകളുടെ സമയം നിശ്ചയിക്കൊണ്ട് ചന്ദ്രനെയും സൂര്യനെയുമാണ് നിശ്ചയിച്ചത്. ചന്ദ്രൻ എന്നുള്ളത് മാസം നിർണ്ണയിക്കാനുള്ളതും സൂര്യൻ ദിവസം നിർണ്ണയിക്കാനുള്ളതാണ്. ഭൂമിയിൽ അസ്തമയം സംഭവിക്കുന്നതോടുകൂടി മഗ്‌രിബിന്റെ സമയമായി. പക്ഷെ ഉയരം കൂടുന്നതനുസരിച്ച് ഈ സമയത്തിൽ വ്യത്യാസമുണ്ടാകും. കാരണം ഉയരത്തിൽ നിൽക്കുന്ന ആള് സൂര്യനെ വീണ്ടും കാണും, താഴെയുള്ളവർ കാണുന്നതിന് ശേഷവും. അപ്പൊ ഇത് പഴയ ചരിത്രത്തിൽ തന്നെയും ഇതിനൊരു ഉദാഹരണം നമുക്ക് കാണാൻ കഴിയുന്നത് അലക്സാണ്ട്രിയയിൽ വളരെ ഉയരമുള്ള മിനാരങ്ങൾ ഉണ്ടായിരുന്നു പള്ളികൾ. അപ്പൊ അവിടെയും പള്ളിയിൽ മുകളിൽ കയറി നിന്നിട്ട്, മിനാരത്തിന്റെ മുകളിൽ കയറി നിന്നിട്ടാണ് ബാങ്ക് വിളിക്കുന്നത്. ആ ബാങ്ക് വിളിക്കുന്നയാൾ മുഅദ്ദിൻ കാണുന്ന സൂര്യൻ നേരത്തെ താഴെ നിൽക്കുന്നവർ കണ്ടതിന് ശേഷവും സൂര്യനെ കാണും. അപ്പൊ താഴെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി അവരുടെ ഇഫ്താറിന്റെ സമയമായി. പക്ഷെ മുകളിൽ നിൽക്കുന്ന മുഅദ്ദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഇഫ്താർ സമയം അദ്ദേഹത്തിന് എപ്പോഴാണോ സൂര്യൻ അസ്തമിച്ചതായി കാണുന്നത് അപ്പോഴാണ്. നോമ്പുതുറ സമയം വൈകുന്നത് പോലെ ഏറ്റവും മുകളിലെ നിലകളിൽ താമസിക്കുന്നവർക്ക് സുബഹ് സമയവും അത്താഴ വിരാമവും നേരത്തെയാകും. താഴത്തെ നിലകളിലുള്ളവർക്ക് സൂര്യൻ അസ്തമിച്ചാലും മുകളിലെ നിലയിലുള്ളവർക്ക് സൂര്യനെ കാണാനാകും. അതുപോലെ ഉദയസമയത്ത് താഴത്തെ നിലകളിലുള്ളവർ സൂര്യപ്രകാശം ദർശിക്കുന്നതിനു മുമ്പേ മുകളിലെ നിലകളിലുള്ളവർക്ക് നേരം പുലർന്നിരിക്കും. ഇതാണ് നോമ്പുതുറ സമയവും വ്യത്യസ്തമാകാനുള്ള അടിസ്ഥാന കാരണം. ദുബൈ ഇസ്ലാമിക കാര്യവകുപ്പിലെ ഫത്വ വിഭാഗമാണ് ബുർജ് ഖലീഫയിലെ താമസക്കാർക്ക് 2 വർഷം മുമ്പ് ഉദയാസ്തമയ സമയത്തിലെ വ്യത്യാസം സംബന്ധിച്ച് അറിയിപ്പ് നൽകിയത്. ഓരോ നിലയിലും പാലിക്കേണ്ട സമയം സംബന്ധിച്ചും ഫത്വ വിഭാഗം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലോകത്തിന്റെ അത്യുന്നതങ്ങളിൽ വാഴാൻ അപൂർവ സൌഭാഗ്യം ലഭിച്ചവരായിരിക്കാം ബുർജ് ഖലീഫയിലെ താമസക്കാർ. അവർക്ക് അത്യുന്നതനായ സർവശക്തനെ വാഴ്ത്താനും കീഴ്വണങ്ങാനും സമയക്ലിപ്ത സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തുകയാണ് ദുബൈ അധികൃതർ.